നമസ്കാരം, തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മാർച്ച് 5-നാണ് ഉത്സവം ആരംഭിക്കുക. 14-ാം തീയതിയാണ് സമാപനം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുക മാർച്ച് 13-നാണ്. മാർച്ച് 5 രാവിലെ 10 മണിയോടെയാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നത്. തുടർന്ന് തോറ്റംപാട്ടം ആരംഭിക്കും. കലാപരിപാടികളുടെ ഉദ്ഘാടനം നടക്കുക വൈകിട്ട് 6-നായിരിക്കും. ചലച്ചിത്ര താരം നമിത പ്രമോദാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ആറ്റുകാൽ അംബ പുരസ്കാരം ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് സമ്മാനിക്കും. അംബ, അംബിക, അംബാലിക എന്നീ വേദികളിലായി കലാപരിപാടികളും നടക്കും. രാവിലെ മുതൽ രാത്രി വരെ വിവിധ ക്ഷേത്ര കലകളാണ് അരങ്ങേറുക. മാർച്ച് 5-ന് രാത്രി 10 മണിക്ക് സൂര്യ ഫിലിം സൊസൈറ്റി അവതരിപ്പിക്കുന്ന മെഗാ ഷോ ഉണ്ടാവും. ജയരാജ് വാര്യരും പിന്നണി ഗായകൻ കല്ലർ ഗോപനും നയിക്കുന്ന മധുര സംഗീത രാത്രി 6-ാം തീയതി രാത്രി 8 മണിക്കാണ് നടക്കുക. 7-ാം തീയതി വൈകിട്ട് 6:30-യോടെ ADGP ശ്രീജിത്തും സംഘവും നയിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടാവും. 9-ാം തീയതി വൈകിട്ട് 6 മണിക്ക് 101 കലാകാരന്മാരെ അണിനിരത്തി ചലച്ചിത്ര താരം ജയറാം നയിക്കുന്ന പഞ്ചാരിമേളം ക്ഷേത്രത്തിന് മുൻവശം നടക്കും. അംബ ഓഡിറ്റോറിയത്തിൽ 10-ാം തീയതി രാത്രി 10 മണിക്ക് പിന്നണി ഗായകൻ അതുൽ നറുകര നയിക്കുന്ന നാടൻ പാട്ടും ഉണ്ടാവും. ചലച്ചിത്ര താരങ്ങളായ പത്മപ്രിയ, മിയ, പ്രിയ ശങ്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന താളമേളം മെഗാ ഷോ 11-ാം തീയതി രാത്രി 10 മണിക്കാണ് നടക്കുക. 3-ാം ഉത്സവ ദിവസമാണ് കുത്തിയോട്ട് വ്രതാരംഭം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 13-നാണ്. രാവിലെ 10:15-ഓടെയാണ് പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തുക. ഉച്ചയ്ക്ക് 1:15-ഓടെ പൊങ്കാല നിവേദ്യവും ഉണ്ടാവും. രാത്രി 7:45-ഓടെയാണ് ചൂരൽ കുത്ത് നടക്കുക. രാത്രി 11:15-ഓടെ മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറത്തെഴുന്നള്ളിപ്പ് നടക്കും. 14-ാം തീയതി രാവിലെ 8 മണിയോടെയാണ് അകത്തെഴുന്നള്ളിപ്പ് നടക്കുക. രാത്രി 10-ന് ദേവിയെ കുടിയിറക്കുകയും 1 മണിക്ക് നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും. ഉത്സവ ദിവസങ്ങളിലെല്ലാം രാവിലെ മുതൽ അംബ, കാർത്തിക ഓഡിറ്റോറിയങ്ങളിൽ പ്രസാദകൂട്ട് ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഉത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ട്രസ്റ്റ് ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത് വ്യക്തമാക്കിയത്.